സർക്കാർ സംവിധാനങ്ങളും പ്രവാസി കൂട്ടായ്മകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മഴക്കെടുതിയുടെ ആഘാതം വലുതായതിനാൽ ഒന്നും പഴയ പോലെയായിട്ടില്ല. വെള്ളം നിറഞ്ഞ കെട്ടിടങ്ങളും കായലുപോലെ പൊതു ഇടങ്ങളും. ഷാർജയിലും ദുബായിലുമാണ് സ്ഥിതിഗതി കൂടുതൽ രൂക്ഷം. ദുബായ് വിമാനത്താവളം പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ ഞായറാഴ്ച വരെ കാത്തിരിക്കണം. മെട്രോ സർവീസ് ഗ്രീൻ ലൈനിൽ ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചതായി RTA അറിയിച്ചു. എന്നാൽ റെഡ് ലൈനിൽ ഇക്വിറ്റി, ഓൺ പാസീവ്, മഷരിക്, എനർജി സ്റ്റേഷനുകളിൽ സർവീസ് തുടങ്ങിയിട്ടില്ല. ഈ സ്റ്റേഷനുകളിൽ നിർത്താതെയാണ് മെട്രോ കടന്നുപോകുക. ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനയുണ്ട്. ജലജന്യ രോഗങ്ങളാണ് കാരണം. വൈദ്യുതിയും ലിഫ്റ്റുമില്ലാത്തതിനാൽ 10ഉം 20ഉം നിലകളുള്ള ഫ്ളാറ്റുകളിലേക്ക് ആളുകൾ നടന്നു കയറണം. താമസ കേന്ദ്രങ്ങൾ വാസയോഗ്യമല്ലാത്തതിനാൽ നിരവധി പേർ ഹോട്ടലുകളെയാണ് അഭയം പ്രാപിച്ചത്. ഇതിനിടെയാണ് അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീണ്ടും മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. തിങ്കളാഴ്ച നേരിയ മഴയും ചൊവ്വാഴ്ച ശക്തമായ ഒറ്റപ്പെട്ട മഴയും പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. മഴക്കെടുതിയിൽ 4 പേരാണ് UAE ഇതുവരെ മരിച്ചത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.